Hi all, welcome to Sapphire Future Academy Board Booster Series. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൊല്യൂഷൻസ് എന്ന ടോപ്പിക്കിലെ അവസാന ഭാഗമാണ്, തിയറി പോർഷനിലെ അവസാന ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. മെയിനായിട്ടും 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ, ദെൻ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. അതിനകത്ത് ആദ്യത്തെ 3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. ഓസ്മോട്ടിക് പ്രഷർ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓസ്മോട്ടിക് പ്രഷറാണ്. ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുന്നായിട്ട് ഓസ്മോസിസ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ മാങ്ങ ഉപ്പിലിടുന്നതും അല്ലെങ്കിൽ ഉണങ്ങിയിരിക്കുന്ന പൂവിലേക്ക് വെള്ളം തളിക്കുമ്പോൾ അത് കുറച്ച് ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെയും, അതല്ലെങ്കിൽ 2-3 ദിവസം ക്യാരറ്റൊക്കെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിന് വെളിയിൽ വെച്ചേക്കുവാണെങ്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മാങ്ങ ഉപ്പിലിടുമ്പോൾ അത് ചുരുങ്ങിപ്പോകുന്നത്? അല്ലെങ്കിൽ മാങ്ങ നമ്മൾ ഉപ്പുവെള്ളത്തിലല്ലാതെ നോർമൽ വാട്ടറിലിട്ടാൽ എന്തുകൊണ്ടാണത് വീർത്ത് പൊട്ടിപ്പോകുന്നത്? അതുപോലെ കാലിന് ചില ആളുകളുടെ പ്രഷറൊക്കെ കൂടുതലുള്ള ആളുകളുടെ കാലിനും കൈക്കൊക്കെ നീര് വന്നിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പറയുന്നതെല്ലാം ഓസ്മോസിസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഇതെല്ലാത്തിനും കാരണം ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് എന്താണ്? ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും സോൾവെന്റ് പാർട്ടിക്കിൾസ് ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. എന്താണ് ഓസ്മോസിസ്? ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഇനി ഓസ്മോസിന്റെ ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓസ്മോസിസ് ഇസ് എ സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് ദ സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം എ ലെസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ടു, അതായത് ഡൈലൂട്ട് ടു എ മോർ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ, SPM. നിങ്ങളെ ബയോളജി ക്ലാസ്സിലേക്ക് കേട്ടിട്ടുള്ളതായിരിക്കും SPM, സെമി പെർമിയബിൾ മെമ്പറൈൻ. ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞ് മാങ്ങ ഉപ്പിലിടുമ്പോൾ അത് ചുരുങ്ങുന്നു, അല്ലെങ്കിൽ മാങ്ങ നമ്മൾ നോർമൽ വാട്ടറിൽ ഇട്ട് കൊടുത്താൽ അത് വീർത്ത് പൊട്ടിപ്പോകുന്നു. ഇതിനെല്ലാത്തിലും എവിടെയാണ് സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് ചോദിച്ചാൽ ആ മാങ്ങയുടെ തൊലിയാണ് അവിടുത്തെ സെമി പെർമിയബിൾ മെമ്പറൈനായിട്ട് ആക്ട് ചെയ്യുന്നത്. നോർമലി എഗ് മെമ്പറൈനൊക്കെ ഒരു സെമി പെർമിയബിൾ നാച്ചുറൽ എഗ് മെമ്പറൈനൊക്കെ ഒരു നാച്ചുറൽ സെമി പെർമിയബിൾ മെമ്പറൈൻ ആണ്. ഇനി അത് കൂടാതെ ആർട്ടിഫിഷ്യലായിട്ട് കൊളോഡിയോൺ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ട്, സെമി പെർമിയബിൾ മെമ്പറൈനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ വഴി എന്താണ് സോൾവെന്റ് മോളിക്യൂൾസ് ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്കുള്ള അതിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓസ്മോസിസ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെഫിനിഷൻ ഒന്നോടെ നോക്കൂ. ഇറ്റ് ഈസ് ദ സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് ദ സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം എ ലെസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ടു എ മോർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ, SPM. ഇനി the driving force of osmosis is called osmotic pressure. അപ്പൊ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പ്രഷറിന്, ഒരുപാട് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഒരു നോർമൽ പ്രഷർ, ഒത്തിരി പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കണക്കില്ലാതെ കൊടുത്താൽ സെമി പെർമിയബിൾ മെമ്പറൈൻ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഈ ഓസ്മോസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ എക്സസ് പ്രഷറിനെയാണ് എന്ത് വിളിക്കുക? ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ മേ ബി ഡിഫൈൻഡ് ആസ് ദി മിനിമം എക്സസ് പ്രഷർ. അതാണ് ഞാൻ പറഞ്ഞു, ഒത്തിരി പ്രഷർ അപ്ലൈ ചെയ്തുകൂടാ. നമ്മൾ ധാരാളം പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മേ ബി SPM, സെമി പെർമിയബിൾ മെമ്പറൈൻ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് ഈസ് എൻ എക്സസ് പ്രഷർ ദാറ്റ് ഹാസ് ടു ബി അപ്ലൈഡ്, മിനിമം എക്സസ് പ്രഷർ ദാറ്റ് ഹാസ് ടു ബി അപ്ലൈഡ് on the solution to prevent the osmosis. എന്താണ് ഓസ്മോസിസ്? സോൾവെന്റ് മോളിക്യൂൾസ് ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെന്റിനെയാണ് ഓസ്മോസിസ് എന്ന് വിളിക്കുക. അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പ്രഷറിനെ, മിനിമം എക്സസ് പ്രഷറിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നുണ്ട്. ഇനി ഓസ്മോട്ടിക് പ്രഷറിനെ നമ്മളൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് മോളിക്കുലാർ മാസ് കാൽക്കുലേഷൻ
കോൺസെൻട്രേഷൻ നടത്താനായിട്ട് യൂസ് ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ കണ്ടു. അവിടുത്തെ ഫോർമുല എന്തായിരുന്നു? ഡെൽറ്റ പി ബൈ P0A ഈക്വൽ ടു ഖൈ ബി. ഈ ഖൈ ബി എന്ന വേർഡിൽ നിന്ന് നമുക്ക് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഇനി എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് എടുത്തപ്പോഴോ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി. ആ മൊളാലിറ്റി ടേമിൽ നിന്ന് നമ്മൾ എന്തെടുത്തു? ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. അവിടെ നമ്മൾ സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു നമുക്ക്. അതുപോലെ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി. അവിടെയും മൊളാലിറ്റി ടേം ഉണ്ട്. ഫ്രം ദാറ്റ് ടൈം ഓൾസോ വി ക്യാൻ കാൽക്കുലേറ്റ് ദി മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇനി ഈ കേസിലും എന്തുണ്ട്? മോളിക്കുലർ മാസ് സൊല്യൂട്ടിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതും ഇതിനെയും അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറിനെയും ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നോക്കൂ, പൈ പ്രൊപ്പോർഷണൽ ടു സി. പൈ ഡിനോട്ട്സ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് പൈ. പൈ ഈസ് പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ ദാറ്റ് സൊല്യൂഷൻ. പൈ പ്രൊപ്പോർഷണൽ ടു സി. പൈ ഈക്വൽ ടു CRT. എന്താണ് സി? സി ഈസ് ദ കോൺസെൻട്രേഷൻ. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒക്കെ കളഞ്ഞിട്ടുണ്ട്. പൈ ഈക്വൽ ടു CRT എന്നാണ് ഇക്വേഷൻ വരിക. അപ്പൊ പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ ആണ്. ആർ എന്താണ്? ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. ഇവിടെ ഉപയോഗിക്കുന്ന ആർ വാല്യൂ അതാണ്. മറ്റുള്ള ആർ വാല്യൂസ് നമ്മൾ എർഗിലും അതുപോലെ കാലറിയിലും ജൂൾ പെർ മോൾ പെർ കെൽവിനിലും ഒക്കെ ആർ വാല്യൂസ് പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ആർ വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ 0. ലിറ്റർ അറ്റ്മോസ്ഫിയറിലുള്ള ആർ വാല്യൂ ആണ് യൂസ് ചെയ്യുക. ഇനി ടി ടെമ്പറേച്ചർ ആണ്. സി മോളാർ കോൺസെൻട്രേഷൻ ആണ്. ഇനി ശ്രദ്ധിക്കൂ, ഓസ്മോട്ടിക് പ്രഷറിന് എന്തുകൊണ്ടാണ് വളരെ എഫക്റ്റീവായ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷറിന്റെ കാൽക്കുലേഷൻ വഴി അല്ലെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്? മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓസ്മോട്ടിക് പ്രഷർ വളരെ എഫിഷ്യന്റ് ആണ്. എഫക്റ്റീവ് ആയിട്ട് മോളിക്കുലാർ മാസ് സൊല്യൂട്ടിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ ഫോർമുല ശ്രദ്ധിക്കൂ. പൈ ഈക്വൽ ടു CRT. ഈ സി എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മൊളാരിറ്റിയാണ്. മൊളാരിറ്റിയാണ്, അതല്ലാതെ മൊളാലിറ്റി അല്ല. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഏതാണ്? മൊളാരിറ്റി ആണ്. ഈ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ആ സീന്റെ അവിടെ എന്ത് കൊടുക്കാം? നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം, ലിറ്ററിലാണ് എഴുതുന്നത്, ഇൻറ്റു RT. ഓക്കെ, ഇനി നമ്പർ ഓഫ് മോൾസിന് അവിടെ എന്ത് കൊടുക്കാം? ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് കൊടുക്കാം. അപ്പൊ പൈ ഈക്വൽ ടു എന്ത് വരുന്നു? WB ഇൻറ്റു 1000 അല്ലെങ്കിൽ WB വോളിയം മില്ലി ലിറ്ററിലാണെങ്കിൽ മതിയാകും. MB WB ഡിവൈഡ് ബൈ MB ഇൻറ്റു വോളിയം ഇൻറ്റു RT. ഓക്കെ, വോളിയം ലിറ്ററിലാണ്, മില്ലി ലിറ്ററിലാണെങ്കിൽ നമ്മൾ മുകളിൽ 1000 കൊടുക്കുന്നു. അപ്പൊ ഇതുവഴി നമുക്ക് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മെയിൻ ആയിട്ടും ബയോമോളിക്യൂൾസ്, പോളിമർ, ഇവയുടെ എല്ലാത്തിന്റെയും മോളിക്കുലാർ മാസ് കാൽക്കുലേഷന് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓസ്മോട്ടിക് പ്രഷറാണ്. എന്താണ് അതിന്റെ കാരണം? കാരണം നമ്മൾ ഇത് നോർമൽ ടെമ്പറേച്ചറിലാണ് ഇതിന്റെ ഈ ഓസ്മോട്ടിക് പ്രഷർ, അതായത് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ബാക്കി 3 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലും മറ്റേ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷറിലും അതല്ലെങ്കിൽ ഡെൽറ്റ TF, ഡെൽറ്റ TB എന്ന് പറയുമ്പോൾ എലിവേഷൻ പോയിന്റാ. നമ്മൾ ആ സബ്സ്റ്റൻസിനെ ബോയിൽ ചെയ്ത് ഹീറ്റ് ചെയ്ത് ബോയിലിംഗ് പോയിന്റിൽ എത്തിക്കുന്നവരെ ചെയ്തിട്ടേ നമുക്ക് അതിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ഡെൽറ്റ TF എടുത്താലോ അത് ഫ്രീസിംഗ് ആണ്, ഡിപ്രഷൻ ഫ്രീസിംഗ് ആണ്. നമ്മൾ അതിനെ തണുപ്പിച്ച് അതിന്റെ ഫ്രീസിംഗ് പോയിന്റിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ വേരിയേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് ആ പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്ന് എല്ലാത്തിനും മോളിക്കുലാർ മാസ് സൊല്യൂട്ടിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് അല്ലെങ്കിൽ ഈ ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേഷൻ വഴി ഒരു സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ ഹീറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഫ്രീസ് ചെയ്യേണ്ടോ ആവശ്യമില്ല. അത് വൺ ഓഫ് ദി റീസൺ ആണ് എന്തുകൊണ്ടാണ് ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേഷൻ, ഓസ്മോട്ടിക് പ്രഷർ യൂസ് ചെയ്തിട്ട് ബയോമോളിക്യൂളിന്റെയും പോളിമറിന്റെയും എല്ലാത്തിന്റെയും നമ്മൾ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് റൂം ടെമ്പറേച്ചറിൽ, നോർമൽ ടെമ്പറേച്ചറിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാരണം, മറ്റൊന്ന് നമ്മൾ എടുക്കുന്നത് ഇത് ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ മൊളാരിറ്റി ആണ്.
മൊളാരിറ്റിയാണ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ ടേം എന്താണ്? മൊളാരിറ്റിയാണ്. യൂഷ്വലി നമ്മൾ കോൺസെൻട്രേഷനുകളെല്ലാം തന്നെ യൂഷ്വലി ആക്ച്വൽ പ്രാക്ടീസിൽ പറയുന്നത് മൊളാരിറ്റിയിലാണ്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കോൺസെൻട്രേഷന്റെ മൊളാരിറ്റിയാണ്. അത് മറ്റൊരു റീസൺ ആണ്. പിന്നെ വെരി ഡൈല്യൂട്ട് സൊല്യൂഷനിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഓസ്മോട്ടിക് പ്രഷർ വരെയാണ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഓസ്മോട്ടിക് പ്രഷർ ആണ് വളരെ എഫക്റ്റീവായ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി ആണെന്നും അത് തന്നെയാണ് ആക്ച്വൽ പ്രാക്ടീസിന് നമ്മൾ ബയോമോളിക്യൂൾസിന്റെയും പോളിമറിന്റെയും ഒക്കെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരാം. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇനി 2-3 ഓസ്മോസിനെ ബേസ് ചെയ്തിട്ടുള്ള 2-3 ടേംസിനെ പരിചയപ്പെടണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓസ്മോസ് എന്തായിരുന്നു? ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും സോൾവെന്റ് മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ഫ്ലോ ചെയ്യുന്നതിനെയാണ് ഓസ്മോസ് എന്ന് വിളിക്കുന്നത്. 2 മെയിൻ ആയിട്ടുള്ള ടേംസ് ഉണ്ട്. അത് കൂടാതെ താഴെ 2-3 എക്സ്ട്രാ പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് ആണ് ഇതെല്ലാം. ഓസ്മോസിസ് മേ ബി, ഓസ്മോസ് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്സോസ്മോസിസും മറ്റൊന്ന് എൻഡോസ്മോസിസും. എക്സോസ്മോസിസ് എന്താണ്? ഇറ്റ് ഈസ് ദ ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് വാട്ടർ ഓർ സോൾവെന്റ് ഫ്രം എ സെൽ ത്രൂ എ സെമി പെർമനന്റ് മെമ്പറൈൻ. ഇനി എൻഡോസ്മോസിസോ ഇറ്റ് ഈസ് ദ ഇൻവേർഡ് ഫ്ലോ ഓഫ് വാട്ടർ. അപ്പൊ ഓസ്മോസിസ് ഔട്ട്വേർഡ് ഫ്ലോയും എൻഡോസ്മോസിസ് ഇൻവേർഡ് ഫ്ലോയുമാണ്. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കാത്ത 2 പോയിന്റ് ആണ്. അതേസമയം താഴെയുള്ള 3 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോർഡ് എക്സാമിനൊക്കെ എപ്പോഴും തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. അതായത് ഓൺ ദ ബേസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ദ സൊല്യൂഷൻ ക്യാൻ ബി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനെ? ഈ ഓസ്മോട്ടിക് പ്രഷറിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇത് സെയിം കോൺസെൻട്രേഷനിലാണ് എടുത്തിരിക്കുന്നത്. ഇത് കോൺസെൻട്രേഷൻ വേരി ചെയ്യുന്നത് കാരണമാണ് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് സോൾവെന്റ് മോളിക്യൂൾ ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇത് രണ്ടും എന്താണ്? സെയിം കോൺസെൻട്രേഷനിൽ എടുത്താൽ എന്ത് സംഭവിക്കും? ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 0.9% സലൈൻ സൊല്യൂഷൻ നമ്മുടെ RBCയുടെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന്റെ ഇക്വലന്റ് കോൺസെൻട്രേഷൻ ആണ്. അതായത് RBCയുടെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഇക്വലന്റ് ആയ കോൺസെൻട്രേഷൻ ആണ് 0.9% സോഡിയം ക്ലോറൈഡ്, അതായത് സലൈൻ സൊല്യൂഷൻ. അപ്പൊ ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ ഒക്കെ 0.9% സോഡിയം ക്ലോറൈഡ് ഒക്കെ ഉപയോഗിക്കുന്നൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? 0.9% സലൈൻ സൊല്യൂഷൻ, അതായത് NaCl സൊല്യൂഷൻ ഇക്വലന്റ് ആണ് എന്ത്? RBCക്ക് അകത്തുള്ള ഫ്ലൂയിഡ്. അപ്പൊ നമ്മൾ 0.9% കോൺസെൻട്രേഷൻ ഉള്ള സോഡിയം ക്ലോറൈഡിലേക്ക് ഈ പറയുന്ന RBC ഇട്ടാൽ എന്ത് സംഭവിക്കും? നത്തിങ് വിൽ ഹാപ്പൻ, ഒന്നും സംഭവിക്കില്ല. എന്താണ്? ഏതെങ്കിലും ഒരെണ്ണത്തിന് കോൺസെൻട്രേഷൻ കൂടിയിരുന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഓസ്മോസ് എന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്? എന്റെ കയ്യിൽ ഒരു 0.9% സലൈൻ സൊല്യൂഷൻ ഇരിപ്പുണ്ട്. ഞാൻ അതിൻ്റെ അകത്തേക്ക് RBC ഇട്ടു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ്? ഒന്നും സംഭവിക്കില്ല. അപ്പൊ എന്താ കാരണം? രണ്ടിനും ഈക്വൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഒന്നും നടക്കില്ല. അങ്ങനെയുള്ള സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഐസോട്ടോണിക് സൊല്യൂഷൻ. താഴെയാണ് എഴുതിയിരിക്കുന്നത്. 2 solutions are called isotonic if they exert the same osmotic pressure. സെയിം ഓസ്മോട്ടിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് 0.9% സൊല്യൂഷൻ ഓഫ് പ്യുവർ NaCl ഈസ് ഐസോട്ടോണിക് വിത്ത് ഹ്യൂമൻസ് RBC. നമ്മുടെ RBCക്ക് അകത്തുള്ള ഫ്ലൂയിഡ് 0.9% സലൈൻ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഈക്വലന്റ് ആണ്. അപ്പൊ നമ്മൾ 0.9% സലൈൻ സൊല്യൂഷനിലേക്ക് RBC ഇട്ട് കൊടുത്താൽ ഒന്നും സംഭവിക്കില്ല. ഓസ്മോസ് അവിടെ നടക്കില്ല. കാരണം രണ്ടിനും ഈക്വൽ കോൺസെൻട്രേഷൻ ആണ്. അങ്ങനെയുള്ള സൊല്യൂഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഇനി ഞാൻ 0.9% മുകളിലുള്ള മോർ ദാൻ 0.9% സലൈൻ സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്തേക്ക് RBC ഇട്ട് കൊടുത്തെന്ന് വിചാരിക്കൂ. എന്ത് സംഭവിക്കും? എന്താണ് നടക്കുക? ഓസ്മോസിസ് നടക്കും. എന്താണ് ഓസ്മോസിസ്? ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും സോൾവെന്റ് മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്തത് എന്താണ്? 0.9% മുകളിൽ കോൺസെൻട്രേഷൻ ഉള്ള നമ്മുടെ RBCക്ക് ഉള്ളിലുള്ള
ഫ്ലൂയിഡ് എന്ന് പറയുന്നത് 0.9% സലൈൻ ഇക്വലന്റ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു കണ്ടെയ്നറിൽ 0.9% മോർ ദാൻ 0.9% ഉള്ള സലൈൻ സൊല്യൂഷൻ എടുത്തിട്ട് RBC ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും, ഈ RBCക്കകത്തുള്ള RBCയിൽ അപ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞു പോയി. നമ്മൾ എടുത്തിരിക്കുന്ന 0.9% മുകളിലുള്ള കോൺസെൻട്രേഷൻ ഉള്ള സോഡിയം ക്ലോറൈഡ് ആണ്. അതിനകത്തേക്ക് RBC ഇട്ട് കൊടുത്താൽ RBCയിലെ കോൺസെൻട്രേഷൻ കുറവാണ്. സോ RBCക്കകത്തുനിന്ന് ആ ഫ്ലൂയിഡ് എന്ത് ചെയ്തു പോകുന്നു, പുറത്തേക്ക് പോരുന്നു. അപ്പൊ RBCക്കകത്തുള്ള കംപ്ലീറ്റ് ഫ്ലൂയിഡും പുറത്തേക്ക് വന്ന് RBC ചുരുങ്ങി പോകുന്നു. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന്. അതായത് നമ്മൾ RBC ഇട്ട് കൊടുത്തത് 0.9% മുകളിൽ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനിലേക്കാണ്. 0.9% മുകളിൽ കോൺസെൻട്രേഷൻ ഉള്ള സലൈൻ സൊല്യൂഷനിലേക്ക് RBC ഇട്ട് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, RBCക്കകത്ത് ലോ കോൺസെൻട്രേഷൻ ആയി പോയി. RBCന്ന് കംപ്ലീറ്റ് ഫ്ലൂയിഡ് എങ്ങോട്ട് ഇറങ്ങിപ്പോരുന്നു, ഈ സലൈൻ സൊല്യൂഷനിലേക്ക് ഇറങ്ങിപ്പോരുമ്പോൾ RBC ചുരുങ്ങി പോകുന്നു. ഓക്കെ, ഇവിടെ എഴുതിക്ക് ശ്രദ്ധിക്കൂ. എ സൊല്യൂഷൻ ഈസ് കോൾഡ് ഹൈപ്പർടോണിക് ഓഫ് ഇറ്റ്സ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് higher than that of the solution from which it is separated by a semi-permeable membrane. When a plant cell is, ഇവിടെ plant cell കാര്യം പറഞ്ഞിരിക്കുന്നത്, placed in a hypertonic solution, the fluid from the plant cell comes out of the cell. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ചെറുതായി ഷ്രിങ്ക് ചെയ്തു പോകുന്നു. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോളിസിസ്. ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ്. ഓക്കെ, രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് ഹൈപ്പോട്ടോണിക് ആണ്. എന്താണ് ഹൈപ്പോട്ടോണിക്? 0.9% സലൈൻ സൊല്യൂഷനേക്കാൾ ലെസ് ദാൻ 0.9% സലൈൻ സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുന്നു, ഈ പറയുന്ന RBC ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും, RBCക്ക് അകത്തേക്ക് കയറുന്നു. നേരെ തിരിച്ച് നമ്മൾ ഇപ്പൊ എടുത്ത് 0.9%, ലെസ് ദാൻ 0.9% കോൺസെൻട്രേഷൻ ഉള്ള സോഡിയം ക്ലോറൈഡ് ആണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ RBC ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, RBCക്ക് അകത്തേക്ക്, അപ്പൊ RBCയിലാണ് കോൺസെൻട്രേഷൻ കൂടുതലായത്, അപ്പൊ RBCക്ക് അകത്തേക്ക് അത് ഫ്ലോ ചെയ്ത് കയറും. അപ്പൊ RBC എന്ത് ചെയ്യുന്നു, വീർക്കുന്നു. അത് വീർത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടിപ്പോകുന്നു. ഓക്കെ, അങ്ങനെയുള്ള സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ആ സൊല്യൂഷൻ എന്ത് വിളിക്കും, ഹൈപ്പോട്ടോണിക്. ആദ്യം പറഞ്ഞത് മോർ ദാൻ 0.9% കോൺസെൻട്രേഷൻ ഉള്ള സലൈനിലേക്ക് RBC ഇട്ട് കൊടുത്താൽ RBCയിൽ നിന്നും ഫ്ലൂയിഡ് പുറത്തേക്ക് പോരുന്നു. അങ്ങനെ RBC ചെറുതായി പോകുന്നു, ഷ്രിങ്ക് ചെയ്ത് പോകുന്നു. രണ്ടാമത് പറഞ്ഞത് ലെസ് ദാൻ 0.9% കോൺസെൻട്രേഷൻ ഉള്ള സലൈനിലേക്ക് RBC ഇട്ട് കൊടുത്താൽ RBCക്ക് അകത്തേക്ക് വെള്ളം ഫ്ലോ ചെയ്ത് കയറുന്നു, സോൾവെന്റ് മോളിക്യൂൾ ഫ്ലോ ചെയ്ത് കയറുന്നു. അപ്പോൾ RBC വീർത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സൊല്യൂഷൻ നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. സൊല്യൂഷൻ ഈസ് കോൾഡ് ഹൈപ്പോട്ടോണിക് ഓഫ് ഇറ്റ്സ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ സൊല്യൂഷൻ ഫ്രം വിച്ച് ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മൂന്ന് കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈപ്പർടോണിക്, ഹൈപ്പോട്ടോണിക് ആൻഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഇനി അടുത്തത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. നമ്മൾ പറഞ്ഞു ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് കൊടുത്തത്, ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്തത്. അത് വളരെയധികം മിനിമം എക്സ്പ്രഷൻ ആണ് നമ്മൾ നോർമലി ഓസ്മോട്ടിക് പ്രഷർ കൊടുക്കുന്നത്. അത് വളരെ കൂടുതൽ കൊടുത്താൽ എന്ത് പറ്റും, ഈ പറഞ്ഞ പ്രോസസ്സ് തിരിച്ചു നടക്കും. ഇപ്പൊ നമ്മൾ ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോകുമെന്ന് പറഞ്ഞ കാര്യം തിരിച്ചു നടക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ കൊടുക്കുന്ന പ്രഷറിനേക്കാൾ കുറച്ചധികം കൊടുത്താൽ മുന്നേ എന്ത് നടന്നു അതിന്റെ ഓപ്പോസിറ്റ് നടക്കുന്നു. അതിനെ വിളിക്കുന്നതാണ് റിവേഴ്സ് ഓസ്മോസിസ്. എന്താണ്? when the external pressure applied on the solution is more than the osmotic pressure. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം പ്രഷർ ആണല്ലോ, അതിനേക്കാൾ കൂടുതലായി എന്ത് പറ്റുന്നു, അതാണ് എന്ത്, റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ എന്ത് സംഭവിക്കും, the solvent flows from the solution to the pure solvent which is called reverse osmosis. ആദ്യം എന്ത് നടന്നു, അതിന്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിന്റെ ഓസ്മോസിസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ തുടങ്ങുന്നതിന് മുന്നായിട്ട് നമ്മൾ 2-3 എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ് മാങ്ങ ഉപ്പിലിട്ടാൽ അത് ചുരുങ്ങി പോകുന്നത്, എന്തുകൊണ്ടായിരിക്കും മാങ്ങ ഉപ്പിലിട്ടാൽ ചുരുങ്ങി പോകുന്നത്? ഉപ്പെന്ന് പറയുമ്പോൾ മാങ്ങയ്ക്കുള്ളിലേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷൻ ആയിരിക്കും. നമ്മൾ മാങ്ങ ഉപ്പിലിടുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മുടെ ഡെയിലി ലൈഫിൽ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിളാണ് മാങ്ങ ഉപ്പിലിടുമ്പോൾ അത് ചുരുങ്ങി പോകുന്നത്. എന്തുകൊണ്ടാണ് മാങ്ങ ഉപ്പിലിടുമ്പോൾ ചുരുങ്ങി പോകുന്നതിന്റെ എക്സാമ്പിൾ ഓസ്മോസിന്റെ ആപ്ലിക്കേഷനാണ്. അതായത് മാങ്ങയ്ക്കകത്തുള്ള കംപ്ലീറ്റ് ലിക്വിഡും പുറത്തേക്ക് സലൈൻ സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിലാണല്ലോ ഇട്ടേക്കണം. അപ്പോൾ ഉപ്പിന് കോൺസെൻട്രേഷൻ കൂടുതലാണ്, അപ്പോൾ അത് പുറത്തേക്ക് പോകുന്നത് കാരണമാണ് ചുരുങ്ങി പോകുന്നത്. ഇനി യൂഷ്വലി നമ്മൾ സാധാരണ വെള്ളത്തിലാണ് മാങ്ങ ഇടുന്നതെങ്കിൽ മാങ്ങയ്ക്കുള്ളിലാണ് കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പോൾ എന്ത് പറ്റുന്നു, വാട്ടർ അതിൻ്റെ അകത്തേക്ക്
ഫ്ലോ ചെയ്ത് കയറുന്നു. അപ്പോൾ അത് വീർത്ത് പൊട്ടിപ്പോകുന്നു. അതുപോലെ നമ്മൾ എന്താണ് വാടിയിരിക്കുന്ന പൂവിലേക്ക് ഒന്ന് വെള്ളം തളിച്ചു വെച്ചാൽ അത് കൂടുതൽ ഫ്രഷ് ആയിട്ടിരിക്കുന്നു തോന്നുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. എന്താണ് വാടിയിരിക്കുന്ന പൂവെന്ന് പറയുമ്പോൾ പൂവിനകത്ത് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പം നമ്മൾ വെള്ളം തളിക്കുമ്പോൾ ലോവറിൽ നിന്ന് ഹയറിലേക്ക് കോൺസെൻട്രേഷൻ കയറുന്നതുകൊണ്ടാണ്. അതുപോലെ ഷുഗർ അല്ലെങ്കിൽ പ്രഷറുള്ള ആളുകൾക്കൊക്കെ കാലിന് നീരൊക്കെ വരുന്നത് ഓസ്മോസിസിൻ്റെ ആപ്ലിക്കേഷനാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്, അതുപോലെ ഡ്രൈ മീറ്റ്, ഡ്രൈ ഫിഷൊക്കെ ഉണ്ട്. ഡ്രൈ ഫിഷൊക്കെ നല്ല കേടാകാതെ വർഷങ്ങളോളം ഇരിക്കുന്നതിൻ്റെ കാരണം അതിന് ഉപ്പ് വിതറുന്ന കാരണമാണ്. ഉണങ്ങി അതായത് ഡ്രൈ മീറ്റ് അല്ലെങ്കിൽ ഡ്രൈ ഫിഷൊക്കെ നമ്മൾ ഉപ്പ് വെതറി വെച്ചേക്കണതിൻ്റെ കാരണം എന്താണ്, കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പം മീറ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഫിഷിൻ്റെ മുകളിൽ നമ്മൾ നല്ലോണം ഉപ്പ് വെതറി വെച്ചേക്കുവാണെങ്കിൽ ഉപ്പിനകത്ത് കോൺസെൻട്രേഷൻ കൂടുതലാണല്ലോ. അപ്പോൾ എന്ത് പറ്റുന്നു, ഈ ഫിഷിലുള്ള അല്ലെങ്കിൽ മീറ്റിലുള്ള കംപ്ലീറ്റ് വാട്ടർ കണ്ടന്റിനെ അത് വലിച്ചെടുക്കും. അപ്പോൾ വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്നു, കേടാവില്ല. അപ്പം ബാക്ടീരിയയുടെ ആക്ഷനൊക്കെ ഉണ്ടായാലും ബാക്ടീരിയക്കകത്തുനിന്നും കൂടി ഈ സോൾവെന്റ് ഇങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ്, ഒട്ടും തന്നെ കേടാകാതിരിക്കും. അതുപോലെ ഡ്രൈ ഫ്രൂട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നല്ല ഷുഗർ ഇട്ട് നല്ല കോൺസെൻട്രേഷൻ ആക്കി വെച്ചേക്കുവാണ്. അവിടെ അത് തന്നെയാണ് വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ് പുറത്തേക്ക് ലോവറിൽ നിന്ന് ഹയറിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ ഷുഗർ ആഡ് ചെയ്താണ് കൊടുക്കുന്നത്. എന്താണോ ആ ഫ്രൂട്ടിനകത്തുള്ള കോൺസെൻട്രേഷൻ അതിനേക്കാൾ കൂടുതലാണ്, നല്ല രീതിയിലാണ് നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ എന്ത് നടക്കുന്നു, ഓസ്മോസ് നടക്കുന്നു. അപ്പോൾ അതുപോലെ ഈ ഒരുപാട് പ്രഷർ, അതായത് ഉപ്പൊക്കെ ഒരുപാട് കഴിക്കുന്നവരുടെ ശരീരത്തിലും ബോഡിക്കകത്ത് ഇതുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഓസ്മോസിന് നല്ല വശങ്ങളും ഉണ്ട്, മോശം വശങ്ങളുണ്ട്. എഡിമ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എഡിമ കാലിനും ആളുകൾക്ക് നീര് കണ്ടിട്ടുണ്ട്. അത് ഈ ഉപ്പൊക്കെ ഒരുപാട് കഴിക്കുന്നവരുടെ ബോഡിക്കകത്തുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എഡിമ. അപ്പോൾ ഇതെല്ലാം ഓസ്മോസിസിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ ഡെയിലി കാണുന്നതാണ്. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് അബ്നോർമൽ മോളിക്കുലാർ മാസ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ആയിക്കോട്ടെ, ഇനി എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആയിക്കോട്ടെ, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആയിക്കോട്ടെ, ഇപ്പൊ പഠിച്ച ഓസ്മോട്ടിക് പ്രഷർ ആയിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില സൊല്യൂട്ടിനെ എടുത്ത് അല്ലെങ്കിൽ ചില സബ്സ്റ്റൻസിന്റെ എല്ലാം മോളിക്കുലാർ മാസ് കാൽക്കുലേഷൻ നടത്തിയപ്പോൾ ചിലതിന് നോർമൽ മോളിക്കുലാർ മാസിനേക്കാൾ കൂടുതൽ മോളിക്കുലാർ മാസ് കിട്ടി. ചിലതിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ, അതായത് ഈ മെത്തേഡ് വെച്ച് നമ്മൾ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു, ചിലതിന് അതിന്റെ ആക്ച്വൽ മോളിക്കുലാർ മാസ് എന്താണോ അതിനേക്കാൾ കൂടുതലായിട്ട് വന്നു. ചിലതിന് അതിന്റെ ആക്ച്വൽ മോളിക്കുലാർ മാസ് എന്താ, അതായത് ഇരട്ടിയായിട്ട് പോയി. ചിലതിന്റെ ആക്ച്വൽ മോളിക്കുലാർ മാസ് എന്താണോ അതിനൊക്കെ പകുതിയായിട്ട് പോയി, അല്ലെങ്കിൽ 1/3 പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതൊരു തെറ്റായ മോളിക്കുലാർ മാസാണ്. ചില സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേഷൻ ഈ പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കാൽക്കുലേഷൻ വഴി ചെയ്തപ്പോൾ കിട്ടിയത്. അങ്ങനെ തെറ്റായ മോളിക്കുലാർ മാസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഒരു അബ്നോർമാലിറ്റി ഉണ്ട്. അതായത് യൂഷ്വൽ അല്ലെങ്കിൽ നോർമൽ എന്താണോ അവന്റെ മോളിക്കുലാർ മാസ് അതിനേക്കാളും വ്യത്യസ്തമായ ഡിഫറെന്റ് ആയ മോളിക്കുലാർ മാസ് ആണ് കിട്ടിയത്. അപ്പോൾ ഒരു അബ്നോർമാലിറ്റി ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, അബ്നോർമൽ മോളിക്കുലാർ മാസ്. അത് എല്ലാത്തിലും സംഭവിക്കുമോ? ഇപ്പൊ നമ്മൾ യൂഷ്വലി എടുത്തതല്ല യൂറിയ അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, സൂക്രോസ് ഇതൊക്കെ എടുത്താണ്. അവിടെ ഒന്നും ഇത് സംഭവിക്കുന്നില്ല. അതേസമയം സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ്, അതുപോലെ ഈ പറഞ്ഞ പോലെ അസറ്റിക് ആസിഡ്, അതല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ്, ഇതൊക്കെ എടുക്കുമ്പോൾ ഒരു അബ്നോർമാലിറ്റി കണ്ടു. അപ്പൊ അതിനെ വിളിച്ച പേരാണ് എന്ത്, അബ്നോർമൽ മോളിക്കുലാർ മാസ്. നോക്കൂ, ഇൻ സം കേസസ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡീവിയേറ്റ് ഫ്രം ദെയർ നോർമൽ കാൽക്കുലേറ്റഡ് വാല്യൂസ് ഡ്യൂ ടു ദ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ് ആസ്മീനോ. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് മോളിക്കുലാർ മാസ് ചിലവയ്ക്ക് വ്യത്യസ്തമായിട്ട് കിട്ടിയത്, ഡിഫറെന്റ് ആയിട്ട് കിട്ടിയത്? അപ്പൊ അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ചിലവ ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റു ചിലവ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഡിസോസിയേഷനും അസോസിയേഷനും സംഭവിക്കുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുത്താൽ സോഡിയം ക്ലോറൈഡിനെ ഞാൻ എടുത്തു എന്ന് വിചാരിക്കും. സോഡിയം ക്ലോറൈഡിനെ എനിക്ക് ഡിസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോഡിയം ക്ലോറൈഡ് Na+ഉം
Cl minus 1. എന്താണ് colligative property? ഒന്നുകൂടെ റീകോൾ ചെയ്യൂ. എന്താണ് colligative property? Colligative property എന്ന് പറഞ്ഞാൽ properties that depends upon the number of solute particles. Solute particlesന് എണ്ണത്തിനെ അവിടെ ഡിപ്പെൻഡ് ചെയ്ത്, നേച്ചറിനെ അല്ല ഡിപ്പെൻഡ് ചെയ്ത്, എണ്ണത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത്. ഓക്കെ, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെയാണ്. അപ്പൊ നമ്മൾ 1 mol NaCl എടുത്തു, അത് എക്സ്പെരിമെന്റ് നടത്തിയപ്പം അത് എന്തായിട്ട് മാറി? രണ്ടായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് മാറി. അപ്പൊ ഒരു 1 NaCl എടുത്തപ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്ത് 2 നമ്പർ ഓഫ് അയോൺസ് രണ്ടായിട്ട് മാറി. അതുപോലെ കാൽഷ്യം ക്ലോറൈഡ് എടുത്തു, അത് ഡിസോസിയേറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? Ca2+ എന്നും 2Cl- എന്നുമായി. അപ്പൊ ഇവിടെ ഡിസോസിയേറ്റ് ചെയ്തപ്പം 1 mol എടുത്ത്, ഒരു NaCl എടുത്ത് ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ 2 NaCl ആയി. അതുപോലെ ഒരു കാൽഷ്യം ക്ലോറൈഡ് എടുത്ത് ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ അവിടെ എന്തായി? 3 അയോൺ ആയി മാറി. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ഡിസോസിയേഷൻ നടന്നപ്പോൾ എന്താണ്? പാർട്ടിക്കിൾസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിസോസിയേഷൻ നടന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കുക? ഡിസോസിയേഷൻ നടന്നപ്പോൾ എന്ത് നടന്നു? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്തു. ഡിസോസിയേഷൻ നടന്നപ്പോൾ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓൾസോ ഇൻക്രീസസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളിക്കുലാർ മാസും തമ്മിൽ എങ്ങനെയാ റിലേഷൻ? ഇൻവേഴ്സ് ആണ് അല്ലേ? എക്സാമ്പിൾ എന്താണ് നോക്കൂ. ഡെൽറ്റ ടി ബി ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി. മൊളാലിറ്റിയിൽ പ്ലേസിൽ എന്ത് കൊടുക്കാം? WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA. ഇവിടെ മോളിക്കുലാർ മാസ് താഴെയാണ് വരിക. അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളിക്കുലാർ മാസും തമ്മിൽ ഇൻവേഴ്സ് ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് ഡെൽറ്റ ടി ബി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളിക്കുലാർ മാസും എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത്. അപ്പൊ നോക്കൂ, ഏതെടുത്താലും അങ്ങനെയാണ്. ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എടുത്താലും അങ്ങനെയല്ലേ വരുള്ളൂ. നമ്മുടെ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എടുത്ത് നോക്കൂ. ഡെൽറ്റ പി ഡിവൈഡ് ബൈ P0 ഈക്വൽ ടു ഖൈബി. ഖൈബി എന്ന് പറയുമ്പോൾ എന്താണ്? NB ഡിവൈഡ് ബൈ Na പ്ലസ് NB. NB ഡിവൈഡ് ബൈ Na പ്ലസ് NB NB എന്താണ്? WB ബൈ MB. അപ്പോഴും MB താഴെ പോയി. അപ്പൊ അവിടെ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇനി ഡെൽറ്റ TF എടുത്താലും ഇതുപോലെ തന്നെയാണ്. MB താഴെ വരുള്ളൂ. നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞ ഓസ്മോട്ടിക് പ്രഷർ എടുത്താലും എവിടെയാ വരിക? ഓസ്മോട്ടിക് പ്രഷർ പൈ ഈക്വൽ ടു ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? പൈ ഈക്വൽ ടു CRT ആണ്. C എന്താണ്? WB ബൈ MB. C എന്താണ്? കോൺസെൻട്രേഷൻ, മൊളാരിറ്റി ആണ്. മൊളാരിറ്റി എന്താണ്? നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ആണ്. നമ്പർ ഓഫ് മോൾ എന്ന് പറയുമ്പോൾ WB ബൈ MB ആണ്. WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു RT. ഇവിടെ ഒരു വോളിയം കൂടി ഉണ്ട്, വോളിയം. ഇനി നോക്കൂ, അപ്പൊ ഇവിടെ എന്താണ്? മോളിക്കുലാർ മാസ് താഴെയാണ് കിടക്കുന്നത്. അപ്പൊ എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എടുത്താലും മോളിക്കുലാർ മാസ് എവിടെയാണ് വരിക? താഴെയാണ് വരിക. ഓക്കെ, അപ്പോ ഡിസോസിയേഷൻ നടക്കുമ്പോൾ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുന്നു. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓൾസോ ഇൻക്രീസസ്. വാട്ട് ഹാപ്പൻ? മോളിക്കുലാർ മാസ് ഡിക്രീസസ്. അപ്പൊ ഡിസോസിയേഷൻ നടന്നാൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യുന്നു, മോളിക്കുലാർ മാസ് കുറയുന്നു. ഓക്കെ, ഇനി അസോസിയേഷൻ നടന്നാലോ? അസോസിയേഷൻ നടന്ന, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അസറ്റിക് ആസിഡ് അസോസിയേഷൻ നടക്കുന്നതാണ്. അസറ്റിക് ആസിഡ് ഡൈമർ ആയിട്ടും അല്ലെങ്കിൽ ചില ട്രൈമർ ആയിട്ടും ടെട്രാമർ ഒക്കെ ആയിട്ട് അതായത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അതായത് ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്താൽ അതിനിങ്ങനെ കൂടി പിടിച്ച് അസോസിയേറ്റ് ചെയ്ത് ഒട്ടിപ്പിടിച്ച് കിടക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ CH3COOH നമ്മൾ 1 mol എടുത്താൽ അത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ, അല്ലെങ്കിൽ 2 mol എടുത്താൽ ഒട്ടിപ്പിടിച്ച് കിടക്കും. അത് അസോസിയേറ്റ് ചെയ്യുന്ന സംഗതിയാണ്. എങ്ങനെയാണ് ഇത് അസോസിയേറ്റ് ചെയ്യുന്നത്? ഇതിന് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് വഴി അത് അസോസിയേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ അസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറഞ്ഞു പോയി. അപ്പൊ അസോസിയേഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡിക്രീസസ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓൾസോ ഡിക്രീസസ്. മോളിക്കുലാർ മാസ് ഇൻക്രീസസ്.
ഇതാണ് അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ യൂഷ്വലി എന്താണോ സോഡിയം ക്ലോറൈഡിന്റെ മോളിക്കുലാർ മാസ്, ആ മോളിക്കുലാർ മാസിനേക്കാൾ എന്ത് ചെയ്തു പോയി, കുറഞ്ഞു പോകും ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ. യൂഷ്വലി എന്തായിരുന്നു, അതായത് നമ്മൾ ഈ പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് മോളിക്കുലാർ മാസ് സോഡിയം ക്ലോറൈഡിന്റെ കാൽക്കുലേറ്റ് ചെയ്താൽ യൂഷ്വൽ ഉണ്ടാകുന്ന മോളിക്കുലാർ മാസിനേക്കാൾ കുറഞ്ഞു പോകും എന്ത്, സോഡിയം ക്ലോറൈഡിന്റെ മോളിക്കുലാർ മാസ്. ഇനി അസോസിയേഷൻ നടക്കുമ്പോഴോ, അസോസിയേഷൻ നടക്കുമ്പോൾ എന്തായിരുന്നു നോർമലി ഉണ്ടായിരുന്ന അതിന്റെ മോളിക്കുലാർ മാസ് അതിനേക്കാൾ കൂടുതലായി പോകും. ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോഴാണ് മനസ്സിലായത് യൂഷ്വലി അല്ലെങ്കിൽ നോർമലി എന്തായിരുന്നോ ഇതിന്റെ മോളിക്കുലാർ മാസ് അതിനേക്കാൾ കുറവും കൂടുതലുമുണ്ട് ചിലരൊക്കെ കണ്ടുപിടിച്ചപ്പോൾ എന്ന് മനസ്സിലായി. അതിനെയാണ് എന്ത് വിളിച്ചത്, അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് വിളിച്ചത്. ആ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. Colligative property is inverse proportional to molecular mass. Higher and lower values of molar mass is observed in case of association and dissociation respectively. അപ്പോൾ അസോസിയേഷൻ നടന്നപ്പോൾ ഡിസോസിയേഷൻ നടന്നപ്പോൾ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടുന്നു. Colligative property also increases, molecular mass decreases. Association നടന്നപ്പോഴോ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡിക്രീസസ്, colligative property decreases, molecular mass increases. Molar mass observed in case of association and dissociation higher and lower ആയി. ഇനി എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബെൻസീന്റെ acetic acid gets associated, so its observed molecular mass is 120. എന്ത് പറ്റി, കൂടിപ്പോയി. Similarly, KCl undergo dissociation in aqueous solution, observed molecular mass is 37.25. അപ്പോൾ വ്യത്യാസങ്ങളുണ്ട്. These observed values are corrected by, ഇനി അപ്പൊ ഇത്രയും അബ്നോർമാലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഈ അബ്നോർമാലിറ്റിയെ നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലാബുകളിൽ ഉപയോഗിക്കുന്ന, അപ്പൊ അതിനെ എന്ത് ചെയ്യണം, ഇതിനെ കറക്റ്റ് ചെയ്യണം. അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അബ്നോർമാലിറ്റിയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫാക്ടറാണ് എന്ത്, വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിന് നോർമാലിറ്റി കറക്റ്റ് ചെയ്യാൻ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് എന്ത്, വാൻ ഹോഫ് ഫാക്ടർ. ഇനി വാൻ ഹോഫ് ഫാക്ടർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വാൻ ഹോഫ് ഫാക്ടർ ആണ് എഴുതിയിരിക്കുന്നത്. വാൻ ഹോഫ് ഫാക്ടറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്, ഐ ആണ്. Van Hoff factor. It is the ratio of observed value of colligative property to the calculated value of colligative property. Observed value of colligative property അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. I is equal to observed value of colligative property divided by calculated value of colligative property. അതല്ലെങ്കിൽ I equal to normal molecular mass divided by observed molecular mass. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. ഇനി I equal to 1, എപ്പോഴാണ് I equal to 1 ആകുന്നത് നോക്കാം. എന്താണ് ഐ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയത്, ഐ ഈക്വൽ ടു വാട്ട്, നോർമൽ, ഏത് ഇക്വേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, നോർമൽ മോളിക്കുലാർ മാസ്, നോർമൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ നോർമൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്. ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടിയ മോളിക്കുലാർ മാസ് ആണ് ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്. നോർമൽ മോളിക്കുലാർ മാസ് എന്താണോ അതിന്റെ മോളിക്കുലാർ മാസ് അതാണ്. ഇനി ഐ എപ്പോഴാണ് 1 ആകുന്നത്, ഐ എപ്പോഴാണ് 1 ആകുന്നത്, ഈ നോർമൽ മോളിക്കുലാർ മാസും ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസും സെയിം ആവുമ്പോഴല്ലേ. അതായത് ആ സൊല്യൂട്ട് ഡിസോസിയേഷനോ അസോസിയേഷനോ നടന്നിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ എന്താണ്, ഐ എപ്പോഴാണ് 1 ആകുന്നത്, ഐ എപ്പോഴാണ് 1 ആകുന്നത്, ദ സബ്സ്റ്റൻസ് നെവർ അണ്ടർഗോ, അതായത് അസോസിയേഷനോ ഡിസോസിയേഷനോ നടന്നിട്ടില്ലെങ്കിൽ നോർമൽ മോളിക്കുലാർ മാസും ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസും സെയിം ആയിരിക്കും. അപ്പൊ ഐ ഈക്വൽ ടു 1 വരും. ഇനി ഡിസോസിയേഷൻ നടന്നാൽ, ഇൻ കേസ് ഓഫ് ഡിസോസിയേഷൻ ബൈഹാർട്ട് ചെയ്യാതെ നമുക്ക് പഠിക്കാം. ഇത് ഡിസോസിയേഷൻ നടന്നാൽ എന്ത് സംഭവിക്കും, നമ്മൾ പറഞ്ഞു ഡിസോസിയേഷൻ നടന്നാൽ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഡിസോസിയേഷൻ നടന്നാൽ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസസ്, മോളിക്കുലാർ മാസ് ഡിക്രീസസ്. അപ്പോൾ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ് കുറഞ്ഞു പോകും, നോർമൽ മോളിക്കുലാർ മാസ് കൂടി പോകും അല്ലേ. അപ്പം ഡിസോസിയേഷൻ നടന്നാൽ, ആ കൺസെപ്റ്റ് മാത്രം ഓർത്ത് പറഞ്ഞാൽ മതി നമുക്ക്. ഡിസോസിയേഷൻ നടന്നാൽ എന്ത് സംഭവിക്കും, ഡിസോസിയേഷൻ നടന്നാൽ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസസ്, മോളിക്കുലാർ മാസ് ഡിക്രീസസ്. എന്ത് മോളിക്കുലാർ മാസ്, ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്, അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കാൽക്കുലേഷന് കിട്ടുന്ന മോളിക്കുലാർ മാസ് കുറയുന്നു. അപ്പൊ ഇത് കുറഞ്ഞാൽ ഇത് കൂടില്ലേ, നോർമൽ മോളിക്കുലാർ മാസ് കൂടുതലാണ്. അപ്പൊ ഐ എന്ത് വരും, ഗ്രേറ്റർ ദാൻ 1.
ഡിസോസിയേഷൻ നടന്നാൽ ഐ ഗ്രേറ്റർ ദാൻ 1 വരും. ഇനി അസോസിയേഷൻ നടന്നാൽ നേരെ തിരിച്ചല്ലേ, അസോസിയേഷൻ നടന്നാൽ അണ്ടർഗോ അസോസിയേഷൻ ഐ ലെസ് ദാൻ 1. അസോസിയേഷൻ നടന്നാൽ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കുറയുന്നു, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയുന്നു, മോളിക്കുലാർ മാസ് കൂടുന്നു. അപ്പോൾ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ് കൂടുന്നു, നോർമൽ മോളിക്കുലാർ മാസ് കുറയുന്നു. അപ്പോൾ ഐ ലെസ് ദാൻ 1 ആവും. ഇത് ഓർത്ത് വെക്കുക. ഐ ഈക്വൽ ടു 1 ആണെങ്കിൽ അസോസിയേഷനോ ഡിസോസിയേഷനോ നടന്നിട്ടില്ല. ഐ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡിസോസിയേഷൻ നടന്നിട്ടുണ്ട്. ഐ ലെസ് ദാൻ 1 ആണെങ്കിൽ അസോസിയേഷൻ നടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ അസോസിയേഷനും ഡിസോസിയേഷനും നടക്കുന്നവയ്ക്കും നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കണം? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കാൽക്കുലേഷൻ നടത്താൻ സാധിക്കണം. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ഈ ഐ എന്ന് പറയുന്ന ടേമും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് ഒന്ന് വരാം. ഐന്റെ കാര്യം പറഞ്ഞു. ഇനി ഞാനൊരു എക്സാമ്പിൾ എടുക്കുന്നു. സോഡിയം ക്ലോറൈഡ്. ഇത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നു എന്ന് വിചാരിക്കൂ. കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നു. അപ്പം നമ്മൾ എപ്പോഴാണ് ഐ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ, കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാവും ഉപയോഗിച്ച് എന്താണോ, ഏത് സബ്സ്റ്റൻസ് ആണോ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ ഐയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിന് മുന്നായിട്ടൊരു കാര്യം പറയാം. സോഡിയം ക്ലോറൈഡ് എടുത്തു എന്ന് വിചാരിക്കും. ഇത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നു എന്ന് വിചാരിക്കും. അപ്പം എന്തായി? Na പ്ലസും Cl മൈനസ് വൈ. Na പ്ലസും Cl മൈനസ് വൈ. ഇനി ഇവിടെ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് 2 എണ്ണം ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നു. കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നാൽ എന്ത് വരുന്നു? ഐ ഈക്വൽ ടു എൻ വരും. അതായത് മാക്സിമം ഡിസോസിയേഷൻ നടക്കുവാണെങ്കിൽ ഐയും എന്നും ഈക്വൽ ആയിരിക്കും. ഇത് മൊത്തം ഡിസോസിയേഷൻ നടന്ന 2 എണ്ണം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഡിസോസിയേഷൻ നടന്നാൽ ഐ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഐ ഗ്രേറ്റർ ദാൻ 1 അപ്പൊ ഇതിന്റെ എൻ എന്ന് പറയുന്നത് 2 ആണ്. കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നു, 2 അയോൺ ഉണ്ടായി, N2. അപ്പൊ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നു എന്ന് പറഞ്ഞാൽ ഐ ഓൾറെഡി ഡിസോസിയേഷൻ നടന്ന ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ ഐ വാല്യൂ എവിടം വരെ എത്താം? 2 വരെ എത്താം. അപ്പൊ ഐ ഈക്വൽ ടു N ഈക്വൽ ടു 2. ഓക്കെ. ഇനി അതുപോലെ മറ്റൊരു എക്സാമ്പിള് K4FeCN6. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് K4FeCN6. ഇതൊരു കോംപ്ലക്സ് ആണ്, കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഇത് എത്ര അയോൺ ഉണ്ട്? 4K പ്ലസ് ആൻഡ് FeCN6 4 മൈനസ്. FeCN6 4 മൈനസ്. ടോട്ടൽ 5. കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നു. അപ്പം ഐ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഐ ഈക്വൽ ടു N ഈക്വൽ ടു 5. ടോട്ടൽ 5 വരും. ഓക്കെ. അപ്പൊ ഈ പറയുന്ന എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ ഈ കറക്ഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തതാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഓക്കെ. ഡെൽറ്റ ടി ബി ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം, ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം, പൈ ഈക്വൽ ടു ഐ സി ആർ ടി, ഡെൽറ്റ ടി ബി ബൈ പി സീറോ ഈക്വൽ ടു ഐ ഇൻറ്റു ഖൈ ബി. അപ്പൊ എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? ഐ വാൻ ഹോഫ് ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ. ഇനി അടുത്തത് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിൽ വെച്ചിട്ട് നമുക്കൊരു ചെറിയ കാൽക്കുലേഷൻ കൂടിയുണ്ട്. കംപ്ലീറ്റ് ഡിസോസിയേഷനും അസോസിയേഷനും നടന്നിട്ടില്ലെങ്കിൽ ഒരു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൻഡ് വാൻ ഹോഫ് ഫാക്ടർ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നടക്കുന്നു, എന്തുമാത്രം ഡിസോസിയേറ്റ് ചെയ്തു, മൊത്തം ഡിസോസിയേറ്റ് ചെയ്തില്ലെങ്കിൽ അത് എന്തുമാത്രം ഡിസോസിയേറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണമല്ലോ. 1 mole of a molecule substance gets dissociated into n particles or molecule, and alpha is the degree of dissociation. Alpha നമുക്ക് degree of dissociation എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. ആൽഫ ഈക്വൽ ടു I മൈനസ് 1 ബൈ n മൈനസ് 1. ഫൈനൽ ഇക്വേഷൻ പഠിക്കുക. I മൈനസ് 1 ഡിവൈഡ് ബൈ n മൈനസ് 1. ഇനി മറ്റേ അടുത്ത ഒന്നുകൂടി ഉണ്ട്. ഇത് അസോസിയേഷൻ നടന്നാൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആൻഡ് വാൻ ഹോഫ് ഫാക്ടർ. അസോസിയേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഫോർമുലയാണ് ആൽഫ ഈക്വൽ ടു ഐ മൈനസ് 1 ഡിവൈഡ് ബൈ 1 ബൈ n മൈനസ് 1. 2 ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ ഇതിൻ്റെ തിയറി പോർഷൻ അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് കുറച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.